രാജ്യത്ത് സാമുദായിക വിഭജനമുണ്ടാക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വഖഫ് നിയമ ഭേദഗതി നിയമം മോദി സർക്കാർ കൊണ്ടുവന്നത്. വഖഫ് സ്വത്തുക്കളുടെ തൽസ്ഥിതി തുടരണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടത് മോദി സർക്കാരിന്റെ വർഗീയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തിരിച്ചടിയാണ്. വഖഫ് ഭേദഗതി നിയമം നിലവിൽ വന്നതിന് പിന്നാലെ രാജ്യത്ത് പലയിടത്തും ചെറുതും വലുതുമായ സാമുദായിക സംഘർഷങ്ങളുണ്ടായി. ഇതുതന്നെയാണ് വഖഫ് നിയമ ഭേദഗതിയിലൂടെ സംഘപരിവാർ ലക്ഷ്യമിട്ടതും. രാമക്ഷേത്രം, കശ്മീരിന്റെ പ്രത്യേക അവകാശം പിൻവലിക്കൽ, ഏകീകൃത സിവിൽ നിയമം, പൗരത്വ നിയമം, ലവ് ജിഹാദ് തുടങ്ങിയ സംഘപരിവാർ പദ്ധതികളിലെ ഒടുവിലത്തേതാണ് വഖഫ് ഭേദഗതി നിയമം. നൂറ്റാണ്ടുകളായി മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ കൈവശം വെച്ചിരുന്ന ഭൂമി പിടിച്ചെടുക്കുക, വഖഫ് ബോർഡുകളിൽ സംഘപരിവാറുകാരെ നിയമിച്ച് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുക, മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടുപ്പിക്കുക എന്നിവയായിരുന്നു ലക്ഷ്യങ്ങൾ. കേരളത്തിലെ മുനമ്പമാണ് ഒരു പരീക്ഷണശാല. വഖഫ് ഭേദഗതി നിയമത്തിലൂടെ മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെ തുറന്നു പറഞ്ഞതോടെ സംഘപരിവാറിന്റെ മുനമ്പം അജണ്ട പൊളിഞ്ഞു. Because of the provisions containing there in the old act, the High Court had given a ruling. So now as a minister, I will not say that the High Court order is redundant. I have to honor the judicial pronouncement, but it is challengeable in the Supreme Court. And I would strongly urge that because of the provisions in the old act, it was disadvantageous to the Munambam people, the fishermen. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അടുത്ത രാഷ്ട്രീയ വെല്ലുവിളി. സുപ്രീം കോടതിയിൽ തിരിച്ചടി നേടുമ്പോൾ തന്നെ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ മോദിയും അമിത്ഷായും ആദിത്യനാഥും വരും നാളുകളിലും വഖഫ് വിഷയം തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കും. ന്യൂസ് ഡെസ്ക്.